ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ 2 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളൊരു പുതിയ ദിശയിലേക്ക് നിങ്ങൾ പോകുന്നുണ്ട്, അങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. അതായത് ചില ആൾക്കാർ നിങ്ങൾ പഴയ ആ ഒരു അവസ്ഥയിൽ തന്നെ നിൽക്കണോ, അല്ലെങ്കിൽ പഴയ ആ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കണോ, അതോ പുതിയൊരു ദിശയിലേക്ക് പോകണോ എന്ന് ആലോചിക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഭാവിയെക്കുറിച്ച് നിങ്ങളൊന്ന് ഓവർ തിങ്ക് ചെയ്യുന്നൊരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ പുതിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ഭയപ്പെടുന്നൊരു ആൾക്കാരുടെ എനർജിയുമുണ്ട്. അപ്പോൾ നിങ്ങൾ അത്തരത്തിൽ ഭയപ്പെടരുത് എന്നാണ് കാണുന്നത്. നിങ്ങളൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക. എൻ്റെ ജീവിതം എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ള ഒരു പ്ലാനിങ് നമുക്ക് വേണം. ഒരു ഗോൾ സെറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ഉണ്ടെന്ന് ഒന്നും നോക്കണ്ട. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ എന്ത് സാഹചര്യമാണെന്നോ അങ്ങനെയൊന്നും നോക്കണ്ട. പക്ഷേ നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. പുതിയ വഴി നിങ്ങൾക്കിവിടെ തുറക്കുമെന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന വഴികൾ നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്നുള്ളതാണ്. അത് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക. അതുപോലെ തന്നെ ഇവിടെ 8 ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജിയും വന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങളൊരു ട്രാപ്പിലൊക്കെ പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതോ, അല്ലെങ്കിൽ സമൂഹം അതുണ്ടാക്കിയതോ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉള്ളവർ ഉണ്ടാക്കി തന്നതോ അങ്ങനെ ആയിട്ടുള്ളൊരു കാര്യത്തിൽ നിങ്ങളെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ, നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു അവസ്ഥയിൽ നിന്നും മാറിപ്പോകുന്നൊരു എനർജിയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് തീരുമാനമെടുക്കാൻ പറ്റാതിരുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളെ കെട്ടിയിട്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ സ്വയം പുറത്ത് കടക്കുന്നു എന്നുള്ളതാണ്. സ്വയം ആ ഒരു കെട്ടഴിച്ച് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾ കുറേ ആൾക്കാരുമായിട്ട് ആവശ്യമില്ലാത്ത അറ്റാച്ച്മെൻ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഡിറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ വിചാരിക്കും ഇവർ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരാണ് എന്നൊക്കെ വിചാരിച്ച് നമ്മൾ അവരിൽ തന്നെ ഇങ്ങനെ ഒതുങ്ങിക്കൂടുന്നുണ്ടെങ്കിൽ നമ്മുടെ സോൾ അത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. എപ്പോഴും നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനാണ് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ സോളിൻ്റെ ആ ഒരു ആഗ്രഹം അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അല്ലാതെ ഇവരാണ് നമ്മളുടെ ലോകമെന്ന് ചിന്തിക്കാതെ അവരും കൂടി ചേർന്നതാണ് നമ്മുടെ ലോകം, എന്നാൽ അവർ മാത്രമല്ല നമ്മുടെ ലോകമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച ആ ഒരു കാര്യം അത് വിട്ട് നിങ്ങൾ പുറത്തിറങ്ങുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ ട്രാപ്പിലൊക്കെ പെട്ടുപോയ, അല്ലെങ്കിൽ മറികടക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലൊക്കെ പെട്ടുപോയവർക്ക് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ മറികടക്കാനുള്ളൊരു ഗൈഡൻസ് കിട്ടുന്നതുമാകാം. നിങ്ങളിതിൽ നിന്ന് പുറത്തിറങ്ങാൻ കുറേ പ്രയത്നിച്ചിട്ടുണ്ടാവാം. കുറേ ആൾക്കാർക്ക് ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടതാകാം. അപ്പോൾ ഈ സമയം നിങ്ങൾ പലതും തിരിച്ചറിഞ്ഞ്
ആ ഒരു സാഹചര്യത്തിൽ നിന്നും പുറത്തിറങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ ഇത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കാം. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പിതൃക്കൾ നിങ്ങൾക്കൊരു ഗൈഡൻസ് തരുന്നതുമാകാം. അപ്പോൾ അത്തരത്തിലൊരു എനർജിയും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ഇവിടെ പേജ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ ദൈവാനുഗ്രഹമുള്ള പുതിയൊരു കാര്യം അത് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. പുതിയൊരു ജോബ് ഓഫർ ആകാം അത്, അല്ലെങ്കിൽ പുതിയ ഐഡിയാസ് നിങ്ങളിലേക്ക് വരുന്നതാകാം. അപ്പോൾ മിന്നൽ വേഗത്തിൽ അത് നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ നല്ല ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതിൽ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു തീ അത് വീണ്ടും കത്തുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ പഴയ വേദനകളെല്ലാം വിട്ട് പുതിയ കാര്യങ്ങളിലേക്ക് കടക്കണം. കാരണം നിങ്ങളുടെ സന്തോഷം അത് നിങ്ങൾ മറ്റുള്ളവരുടെ കയ്യിൽ കൊടുത്തിട്ട് നിങ്ങൾ സ്വീകരിക്കേണ്ട ഒരു കാര്യമല്ല. അതായത് നിങ്ങൾക്കുള്ള സന്തോഷങ്ങൾ അവർക്ക് മൊത്തത്തിൽ കൊടുത്തിട്ട് അതിൽ നിന്നും പകുതി വാങ്ങിക്കേണ്ട ഒരു കാര്യമല്ല. കാരണം നിങ്ങളുടെ സന്തോഷം നിങ്ങളിൽ തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സർപ്രൈസായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം കിട്ടുന്നതുമാകാം. അത്തരത്തിലൊരു എനർജിയാണ്. അതായത് നിങ്ങൾ ഒട്ടും വിചാരിക്കാത്ത ഒരു സ്ഥലത്ത് നിന്നും നിങ്ങൾക്കൊരു അത്ഭുതം പോലൊരു കാര്യം, നിങ്ങൾക്ക് അത്ഭുതം തോന്നും ആ ഒരു കാര്യം. അപ്പോൾ അത്തരത്തിൽ എന്തോ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു വഴി അപ്രതീക്ഷിതമായിട്ട് കിട്ടുന്ന ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഹെർമിറ്റാണ്. അപ്പോൾ മെഡിറ്റേഷൻ, പ്രാർത്ഥന, ഇതിലെല്ലാം നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു സമയം എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങളുടെ സോളുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ തീർച്ചയായിട്ടും ഈ സമയം കിട്ടുമെന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ശാന്തമായിട്ട് സമാധാനമായിട്ട് ഒക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഇവിടെ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഒരു പ്രകാശം, അവരുടെ ജീവിതത്തിൽ ഒരു പ്രകാശം എത്തിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു സ്പിരിച്വൽ മെൻറ്ററായിട്ടൊക്കെ മറ്റുള്ള വ്യക്തികൾ കാണുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു അഡ്വൈസറായിട്ടൊക്കെ കാണുന്ന സാഹചര്യങ്ങൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ കുറേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ കുറേ കാര്യങ്ങളെപ്പറ്റി ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടാവാം. ഇത് ശരിയാണോ, അല്ലെങ്കിൽ അത് ശരിയാണോ, ഞാൻ പോകുന്ന വഴി ശരിയാണോ, അതായത് അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഈ ഒരു സമയം കിട്ടുന്നുണ്ട്. കുറേ കാര്യങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സാഹചര്യങ്ങളെല്ലാം മാറിത്തുടങ്ങുന്ന ഒരു കാഴ്ചയാണിവിടെ. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ആ ഒരു ഉത്തരം കിട്ടുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഹെർമിറ്റ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കൺഫ്യൂഷനുള്ള എല്ലാത്തിൻ്റെയും ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയെടുത്താൽ മാത്രം മതി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൽ കുറേ ആൾക്കാർക്കും ഒന്ന് ഒറ്റയ്ക്കിരിക്കാനും ആ ഒരു സമാധാനം അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെ തോന്നുമെന്നുള്ളതാണ്. അതായത് മറ്റുള്ള ബഹളങ്ങളിൽ നിന്നെല്ലാം ഒന്ന് ഒഴിഞ്ഞു മാറി ആ ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊക്കെ നിങ്ങളിവിടെ ആഗ്രഹിക്കുമെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട്. മാത്രമല്ല ഈ ഒരു സമയം നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകുക. അതുപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുക, പ്രാണായാമം ചെയ്യുക, നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇവിടെ 5 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ കുറേ ആൾക്കാരുമായിട്ടൊരു വാക്ക് തർക്കം, അല്ലെങ്കിൽ അവരുമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, ഈഗോ ക്ലാഷ്, അങ്ങനെയൊക്കെ ഉണ്ടാവാം. ഇത് ഒന്നുകിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ അങ്ങനെയുള്ളൊരു വഴക്ക്, പിണക്കങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളത് വലിയ കാര്യമാക്കി എടുക്കേണ്ട എന്നുള്ളതാണ്. ഇതൊരു നെഗറ്റീവാക്കി നിങ്ങൾ എടുക്കേണ്ടതില്ല. എന്തോ ഒരു കാര്യം നിങ്ങളെ പരീക്ഷിക്കുന്നു എന്ന് മാത്രം നിങ്ങൾ വിചാരിക്കുക. ഇത് കുറച്ച് ആൾക്കാർക്ക് മാത്രമുള്ളൊരു എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ എന്ത് തന്നെ തടസ്സങ്ങൾ വന്നാലും, ഇപ്പോൾ നിങ്ങളോട് മത്സരിക്കാൻ കുറേയധികം ആളുകൾ വന്നാൽ പോലും, അതുപോലെ നിങ്ങളുടെ വളർച്ചയ്ക്ക് എന്താണ് തടസ്സം നിൽക്കുന്നത് എന്നാൽ പോലും, ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെ ബ്രേവായിട്ട്
മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ മുന്നിൽ വലിയ തടസ്സങ്ങൾ എന്ത് വന്നാലും അത് തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് തന്നെ മാറ്റാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലൊരു എനർജിയാണ് ഈ സമയം നിങ്ങളിൽ കുറേ ആൾക്കാർക്കും ഉള്ളത്. പിന്നെ ഇവിടെ എംപ്രസിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ നിങ്ങൾ പുതിയ എന്തോ ഒരു പ്രോജക്റ്റ് നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവാം. ഒന്നെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാനോ ഒക്കെ ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ പാസ്റ്റിലും ഇത് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ അത് ഒരിക്കലും നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അത് സബലീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ ആ ഒരു ആഗ്രഹം സബലീകരിക്കാനുള്ള സമയമാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആ ഒരു സ്കില്ലുണ്ട്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട ആ ഒരു കാര്യത്തിലേക്ക് ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുന്ന എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതിലൊരു പുതിയ സൃഷ്ടി നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു എനർജി ഉണ്ട്. അത് ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അപ്പോൾ നിങ്ങൾ നിങ്ങളെ വിശ്വസിച്ച് മുന്നോട്ട് പോകണം എന്നാണ് ഇവിടെ നിങ്ങളോട് പറയുന്നത്. മാത്രമല്ല ഈ സമയം മറ്റുള്ളവർ നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ളൊരു ഇടപെടൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ളതാണ്. നിങ്ങളെ കാണുമ്പോൾ തന്നെ ആളുകൾക്ക് ഒരു പോസിറ്റീവ് ഫീൽ ഉണ്ടാകും. അവർക്കൊരു അട്രാക്ഷനൊക്കെ തോന്നുമെന്നുള്ളതാണ്. നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളുടെ അടുക്കൽ ഇരിക്കാനും ഒക്കെ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ പേജ് ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. ഈ സമയം നിങ്ങൾക്കൊരു പുതിയ തുടക്കമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇത് ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തൊരു കാര്യമായിരിക്കാം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ വിട്ട് കളഞ്ഞിട്ടുള്ളൊരു കാര്യമായിരിക്കാം അത്. ഒരുപക്ഷെ സാഹചര്യം അനുകൂലമാകാത്തത് കൊണ്ട് നിങ്ങൾ ഉപേക്ഷിച്ച ഒരു കാര്യമായിരിക്കാം. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ വീണ്ടും ഇവിടെ റീസ്റ്റാർട്ട് ചെയ്യുന്നൊരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയിൽ നിന്നും ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ ലഭിക്കാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. നമുക്കിവിടെ ലവേഴ്സും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനും ആ വ്യക്തിയിൽ നിന്നും ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ ലഭിക്കാനുമുള്ളൊരു സാധ്യത തീർച്ചയായിട്ടും കാണുന്നുണ്ട്. ചില ആളുകൾ പുതിയൊരു കോഴ്സ് എടുത്ത് പഠിക്കുന്ന ഒരു എനർജിയാണ്. അതുപോലെ തന്നെ ഇതിൽ ചില കാര്യങ്ങൾക്കുള്ള വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നു എന്നാണ്. ഈ സമയം നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കെയർഫുള്ളായിട്ട് ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതാണ് നിങ്ങൾക്കിവിടെ ലഭിക്കുന്ന ഒരു മെസ്സേജ്. കാരണം ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് വന്നിട്ടുള്ള ആ ഒരു കാർഡ് 7 ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ കൂടെയുള്ള എല്ലാ ആൾക്കാരും സത്യസന്ധരായിരിക്കണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലുള്ള ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരായിരിക്കണമെന്നോ ഒന്നും നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും നിങ്ങൾ തുറന്നു പറയാതിരിക്കുക. രഹസ്യമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ രഹസ്യമായിട്ട് തന്നെ ചെയ്യുക. അതുപോലെ നമ്മുടെ പ്ലാനിങ്സ് അത് നമ്മൾ ആരോടും പറയാതിരിക്കുക. നമ്മൾ മുന്നോട്ട് എങ്ങനെ പോകുന്നു ഇതൊക്കെ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരോട് പോലും നമ്മൾ ഇത്തരത്തിലുള്ള പ്ലാൻസ് ഒന്നും തുറന്നു പറയാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മളൊരു ഡോക്യുമെൻ്റൊക്കെ സൈൻ ചെയ്യുമ്പോൾ കൃത്യമായിട്ടൊന്ന് വായിച്ച് നോക്കിയിട്ട് മാത്രം നിങ്ങൾ സൈൻ ചെയ്യുക. മറ്റൊരാൾ പറഞ്ഞത് കേട്ട് ഒന്നും നിങ്ങൾ എടുത്തു ചാടി ചെയ്യാതിരിക്കുക. മാത്രമല്ല എന്തെങ്കിലും കാര്യത്തിലൊക്കെ അതായത് ഷെയർ മാർക്കറ്റ് പോലുള്ള കാര്യത്തിൽ മറ്റൊരാളിൻ്റെ നിർബന്ധം കൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു കാര്യങ്ങളും ഈ ഒരു സമയം ചെയ്യരുത് എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ ആരുടെയും ബുദ്ധി കടമെടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ബുദ്ധി മാത്രം ഉപയോഗിക്കുക. സത്യം തിരിച്ചറിയാനുള്ള ആ ഒരു കഴിവ് തീർച്ചയായിട്ടും ഈ സമയം നിങ്ങൾക്ക് വേണം എന്നാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് വളരെ വലിയ പ്രതീക്ഷ നൽകുന്ന ചില കാര്യങ്ങൾ ഈ സമയം നിങ്ങൾക്ക് തുടങ്ങി വയ്ക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. മാത്രമല്ല ഇതിൽ പുതിയ തുടക്കമാണ്. പുതിയ ചില അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വരുന്നുണ്ട്. നിങ്ങൾ എത്തേണ്ടുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം.
ഇതിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം സ്വന്തമാക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. പുതിയ വാഹനം വാങ്ങുന്നതാവാം, അല്ലെങ്കിൽ പുതിയൊരു ഫോൺ വാങ്ങുന്നതാവാം, ചിലർ പുതിയ ബിസിനസ് തുടങ്ങുന്നതുമാകാം. അപ്പോൾ സാമ്പത്തികം നിങ്ങളുടെ കൈകളിൽ എത്തുന്നതിൻ്റെ ഒരു തുടക്കമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൽ നിന്നും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകും എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ലവേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സ്പിരിച്വൽ യൂണിയൻ ആണ് ഇതിൽ കാണാൻ കഴിയുന്നത്. ഇതിൽ നിങ്ങളുടെ സോൾമേറ്റുമായിട്ട് ഒരു റീകൺസിലിയേഷൻ വരുമെന്നുള്ളതാണ്. അപ്പോൾ പാസ്റ്റിൽ നിന്നും നിങ്ങളെ വിട്ടുപോയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടായി പിരിഞ്ഞു പോയ ആരെങ്കിലും ഒരുപക്ഷെ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്തതായിരിക്കാം. അത് ഒരു സോൾമേറ്റ് ആയിരിക്കാം. ആ ഒരു വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേജ് ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി ഉണ്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഡിവൈൻ ആയിട്ടുള്ളൊരു കണക്റ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു തോന്നലൊക്കെ ഈ ഒരു സമയം നിങ്ങൾക്കും അവർക്കുമൊക്കെ തോന്നാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. നിങ്ങളുമായിട്ട് അകന്നിരിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഈ സമയം നിങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ വളരെയധികം ഇമോഷണലി അറ്റാച്ച്ഡ് ആയിരുന്ന ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. പിന്നെ ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ കർമ്മഫലം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഈ സമയം ഒരുപക്ഷെ ലക്ഷറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടാവാം. അതുപോലെ ഈ സമയം നിങ്ങൾക്ക് ഫിനാൻഷ്യലി പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പൈസ നിങ്ങളിലേക്ക് വരാം. നിങ്ങൾ ചെയ്ത വർക്കിനുള്ള പൈസ കിട്ടാം. മാത്രമല്ല പൈസയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതായത് ഒരു അബൻഡൻസിൻ്റെ മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകാൻ സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ ചിലവാക്കുന്നൊരു എനർജിയാണിത്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങളൊരു നല്ല ഡ്രസ്സ് എടുക്കുകയോ അല്ലെങ്കിൽ നല്ലൊരു ഫോൺ വാങ്ങിക്കുകയോ നല്ലൊരു ബാഗ് വാങ്ങുകയോ ഒക്കെ ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങളിവിടെ സെൽഫ് ലവ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ സന്തോഷിപ്പിക്കാൻ തീരുമാനിക്കുന്ന ഒരു എനർജിയാണ് ഇത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കാനാവാത്ത സന്തോഷങ്ങൾ പല ഭാഗത്തു നിന്നും നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ്. അത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നുമാകാം, അല്ലെങ്കിൽ കരിയറിൽ നിന്നാവാം, പൈസ സംബന്ധമാകാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഒരു ഗിഫ്റ്റ് നൽകുന്നതാവാം. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങളെടുക്കുന്ന ആ ഒരു എഫേർട്ടിന് നിങ്ങൾക്ക് അർഹിക്കുന്ന ഫലം തീർച്ചയായിട്ടും ലഭിക്കുന്നുണ്ട്. അപ്പോൾ സാമ്പത്തിക വിഷമത്തിലൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ നടന്നു കിട്ടുന്നതിനുള്ള പണം ഈ ഒരു സമയം നിങ്ങൾക്ക് ലഭിക്കാനുള്ളൊരു സാധ്യതയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു നഷ്ടപ്പെടലിൻ്റെ ഓർമ്മയിലൊക്കെ ഇരിക്കുന്നൊരു ആളുകളുടെ എനർജിയാണ്. കുറേ ആൾക്കാർ ഇത് നിങ്ങളിൽ നിന്നും പൂർണ്ണമായും വിട്ടുപോയ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങളിങ്ങനെ ഓർത്തിരിക്കുന്നു എന്നാണ്. ചിലപ്പോൾ അത് മരണപ്പെട്ടു പോയതായിരിക്കാം. ചില ആൾക്കാർക്ക് അങ്ങനെയും കാണുന്നുണ്ട്. കാരണം ഇതിലൊരു ഫയറൊക്കെ കാണുന്നുണ്ട്, അതുകൊണ്ടാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളിൽ നിന്നും പൂർണ്ണമായും ഈ വ്യക്തി നിങ്ങളെ വിട്ടിട്ട് പോയതാകാം. അപ്പോൾ ആ ഒരു വ്യക്തിയെ നിങ്ങളിങ്ങനെ ഓർത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ വിഷമിച്ചിരിക്കാതെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ. വേറൊരു ശക്തിക്കും അതിന് പറ്റൂല. അപ്പോൾ നിങ്ങൾ തന്നെ ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്നൊരു മെസ്സേജ്. അതുപോലെ തന്നെ ഇതിൽ ഈ ഒരു അടുത്ത ദിവസങ്ങളിലോ മറ്റോ മരിച്ചുപോയ ആളുകളെ പറ്റിയുള്ള ഓർമ്മകൾ, നിങ്ങളുടെ അടുത്ത ബന്ധുക്കളാവാം. അപ്പോൾ അവരെ പറ്റി ചിലപ്പോൾ നിങ്ങൾ ഓർക്കുകയോ അല്ലെങ്കിൽ അവരെ പറ്റി നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അത്തരത്തിലൊരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ തുടക്കങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടാണെങ്കിൽ പോലും
ഒക്കെ ഒരുപാട് പുതിയ തുടക്കങ്ങൾ ഈ സമയം ഉണ്ടാകുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.